15 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ചെയ്ത കൊലപാതകത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. അതും ഒരു പെണ്ണ്. പെണ്ണല്ലേ? സാധാരണ പെണ്ണല്ല, ഒരു ലേഡി പോലീസ് ഇൻസ്പെക്ടർ. ഇൻസ്പെക്ടർ ആയാലും ആഫ്റ്റർ ഓൾ ഷീ ഈസ് എ ലേഡി. നോ 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 നോ, ദാറ്റ്സ് നോട്ട് ഇറ്റ്. പെണ്ണെന്ന് കരുതി നിസ്സാരമായി തള്ളിക്കളയാവുന്ന കാര്യമല്ല ഇത്. പെണ്ണൊരുമ്പെട്ടാൽ എന്തും നടക്കും. ഡോണ്ട് വറി മിസ്റ്റർ ജോർജ്, അതിനു മുമ്പ് അവളുടെ കാര്യം ഞാനേ. നീ ആ ജീപ്പിനടിയിൽ എന്ത് ചെയ്യായിരുന്നു? ഞാൻ ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ല. ഇൻസ്പെക്ടർ രജനി ഹിയർ. വാട്ട്? അടിപിടിയോ? ജഗതി ജംഗ്ഷൻ അടുത്ത്. ജഗതി ജംഗ്ഷൻ എടുത്തോ? ഇതാ പുറപ്പെട്ടു. അയ്യോ, ജഗതി ജംഗ്ഷനോ? സാറേ, അങ്ങോട്ട് ഒറ്റയ്ക്ക് പോയല്ലേ. ജഗതി ആചാര്യ എന്ന് പേര് കേട്ട വലിയ റൗഡി ഉണ്ട്. പേര് കേട്ട ജനം കിടക്കിടാന്ന് പറയും. സാർ സൂക്ഷിച്ചു പോണം. യു ഷട്ട് അപ്പ്. ടാക്സിന് പോയിട്ട് പക്ഷെ ഞാൻ വരുന്നില്ല. ഓക്കെ ഓക്കെ. രാജപ്പ, come on. ഞാൻ വരണോ? Surely. പുരുഷേട്ടാ, ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ എന്റെ വീട്ടുകാരെ വിവരമൊന്നും അറിയിക്കണേ. നീ തിരിച്ചു വരണ്ട. ജഗതിയിലോട്ട് പോയിട്ടുള്ളവരാരും തിരിച്ചു വന്ന കഥയില്ല. ഞാൻ പോക്ക് തന്നെ. പറയില്ല അല്ലേ? നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുമടാ, പറയിപ്പിക്കും. എന്നെ കൊല്ലരുത്. ഞാൻ പറയാം. ജീപ്പിൽ ബോംബ്. എന്ത്? ജീപ്പിൽ ബാമ്പ് ഇറങ്ങി ഓടിക്കോ. എന്ത് ബാമ്പ്? എന്തോന്ന് ബാമ്പ്? എന്താണ് നിന്റെ ഉദ്ദേശം? അതിപ്പോ കാണാം. കണ്ണും മൂക്കും എല്ലാം ഉണ്ട്. സാർ, ദൈവദൂതനെ പോലെ വന്ന് ഞങ്ങളെ രക്ഷിച്ചതിന് നന്ദി. ഇല്ലെങ്കിൽ എന്റെ പിള്ളേര് വഴിയാധാരമായി പോകുമായിരുന്നു. എന്നോടല്ല നന്ദി പറയേണ്ടത്. എന്നെ ദിവസവും സ്റ്റേഷനിൽ ഒന്ന് ഒപ്പിടാൻ ഓർഡർ ചെയ്തിട്ടില്ലേ നിങ്ങളുടെ ഇൻസ്പെക്ടർ? അവരോട് പറയണം. നന്ദി. Hi, you wonderful dolls. Beautiful, both of you. Yes, who is it? Come in. Oh, I am sorry. Well, take it easy. It's quite all right. Sit down. Come on, what's the news? Let me have it. ഇൻസ്പെക്ടറുടെ ജീപ്പിൽ ടൈം ബോംബ് വെച്ചു. That's right. But she escaped. What? The bloody hell. Sit down there. അവൻ ഒളിവിലാണ്. പക്ഷെ അവനെ തട്ടാൻ വേണ്ടി ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. Look, എടുത്തു ചാടരുത്. നമ്മുടെ ആളുകൾ ഏൽപ്പിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാതെ തിരിച്ചു വരാറില്ല.
വാട്സ്ആപ്പ്. നീ ആരാണ്? ചോദിച്ചത് കേട്ടില്ലേ? എന്റെ പേര് പീറ്റർ. നിങ്ങളെ കൊല്ലാൻ വേണ്ടി ജീപ്പിൽ ബോംബ് വെച്ചത് ഞാനാണ്. വാട്ട്? ഓഹോ, ഇപ്പോൾ ഇവിടെ എന്തിനു വന്നു? എന്നെ രക്ഷിക്കണം. ഉം. പറഞ്ഞ ജോലി ചെയ്യാതെ തിരിച്ചു എന്നാൽ എന്റെ ബോസ് എന്നെ കൊല്ലും. ആരാണ് നിന്റെ ബോസ്? ശർമ്മ. ശർമ്മ. അത് ശരി. സത്യം തുറന്നു പറഞ്ഞാൽ പോലീസ് നിന്നെ രക്ഷിക്കും. ഞാൻ എല്ലാം പറയാം. എന്റെ ജീവൻ മാത്രം രക്ഷിച്ചാ മതി. ഓക്കെ, നീ ഇവിടെ ഇരിക്കൂ, ഞാൻ ഇപ്പോൾ വരാം. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഞാൻ ഇൻസ്പെക്ടർ രജനിയാണ്. നമ്മുടെ ജീപ്പിന് ബോംബ് വെച്ചവനെ ഞാൻ പിടിച്ച് എന്റെ മുറിക്കകത്തിട്ട് കൂട്ടിയിട്ടുണ്ട്. ഉടനെ വരണം. ഓക്കെ? നീയല്ലേ ജീപ്പിന് ബോംബ് വെച്ചത്? ഇവിടെ എന്തിനു വന്നു? എന്റെ ജീവൻ രക്ഷിക്കാൻ പോലീസിൽ അഭയം തേടി വന്നതാണ്. എടാ മഠയ, രക്ഷപ്പെടാൻ വേണ്ടി പോലീസിനെ തേടി വന്നു. പുലിയെ പേടിച്ചാരെങ്കിലും സിംഹത്തിന്റെ ഗുഹയിൽ കയറാറുണ്ടോ? നിനക്ക് ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്ക്. നീ എന്നെ വിശ്വസിച്ചാൽ എന്റെ ജീവൻ പണയം വെച്ചും നിന്നെ ഞാൻ രക്ഷിക്കും. എന്താ, എന്റെ കൂടെ വരാൻ തയ്യാറാണോ? ശരി സാർ. ഉം? ഉം. എന്ത്? വ്യഭിചാരമോ? ജനറൽ ഹോസ്പിറ്റലിനടുത്തോ? ആ ആ, മനസ്സിലായി. ഉടനെ വരണം. ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു. പുരുഷു, കം വിത്ത് മീ. എന്താ സാർ, വീട്ടിലേക്കാണോ? അല്ല, വീരുന്നില്ല. എന്നാ വീട്ടിൽ പോയി ഡ്രസ് മാറ്റി ഉടനെ വന്നേക്കാം. എന്ത് പോയിന്റ്, എന്തോന്ന് പോയിന്റ്. Shut up. ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ എന്റെ മോളും. വേറെ ആരുമില്ലേ? ഇല്ല. ഓഹോ, എന്താ ജോലി? എന്നെ കണ്ട എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണോ മകളെ വിറ്റ് ജീവിക്കുന്നത്? എന്റെ കയ്യും കാലും തളർന്നെന്ന് വെച്ച്. ഇറ്റ്സ് ഓൾ റൈറ്റ്. നിങ്ങളുടെ മകളെവിടെ? ഉറങ്ങാൻ കിടന്നു. ഒന്ന് വിളിക്കൂ.
പോയി. അവൻ പോയാ ആ പിടി പിടി ആ, അവനെ എന്ത് പിടിക്ക്. പിടിക്കാൻ? അവനെ പിടിക്ക്, എന്തോ പിടി, ഒന്ന് പിടിക്കാൻ. പിടി, പിടി. ഇയാൾ മോളെ എനിക്കറിയില്ല അച്ഛാ. വെരി ഗുഡ്. അച്ഛനും മകളും നന്നായി അഭിനയിക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ നിർത്തൂ. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി. That is also a point. Shut up. Come on. വായോ വായോ അച്ഛാ, വിഷമിക്കാതിരിക്കൂ അച്ഛാ. വായോ 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 നട 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 നിന്നോട് എനിക്ക് സഹതാപം തോന്നുന്നു. എന്തിനാണെന്ന് മനസ്സിലായില്ല. ഈ മാനം കെട്ട ജീവിതം കണ്ടിട്ട്. മാനവും മാനക്കേടും എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ അതിവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നീ തെറ്റുകാരിയല്ലെന്നാണോ? അല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇല്ലെങ്കിൽ എന്നെ വിട്ടയക്കുമോ? ഗുഡ് ഈവനിങ് ഇൻസ്പെക്ടർ. താങ്ക്സ്. എന്തിനാണ് ഇവിടെ വന്നത്? പ്ലീസ്, കുറച്ച് റെസ്പെക്ട് ആയി സംസാരിക്കണം. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. എന്ത് വേണം? ഞാൻ ഈ നിൽക്കുന്ന രേഖയെ ജാമ്യത്തിലിറക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ജാമ്യമോ? ഉം. ജാമ്യത്തിലിറക്കാൻ വരുന്നവർക്ക് ചില നിലയും വിലയും ഒക്കെ വേണമെന്നുണ്ട്. അറിയാം. എന്റെ അച്ഛൻ കേശവക്കുറുപ്പ്, അദ്ദേഹത്തെ അറിയാത്തവർ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ഈ നാട്ടിലെ പാവങ്ങളുടെ ദൈവമായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. പിന്നെ എന്റെ ചേച്ചി ഇപ്പോൾ ഈ നഗരത്തിലെ ഒരു പോലീസ് ഓഫീസറാണ്. ഇതൊക്കെയാണെങ്കിലും എനിക്കെന്താണ് വിലയെന്നല്ലേ ചോദിക്കാൻ പോകുന്നത്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വക്കീലിനെയും കൊണ്ട് വന്നിരിക്കുന്നത്. വക്കീൽ. ഇൻസ്പെക്ടർ സാർ, ഞാനാണ് ജാമ്യം വക്കീൽ. മിസ് രേഖയെ ജാമ്യത്തിലെടുക്കാൻ വന്നിരിക്കുക. ഇതാ ഫീസും വാങ്ങിക്കഴിഞ്ഞു. പുരുഷു, സർ. ഇവരുടെ ഒപ്പ് വാങ്ങി ഇവരെ വിട്ടയക്കൂ. യെസ് സർ. വീട്ടിലേക്ക് വരൂ. ഇത്ര നാളും വിളിക്കാതെ ഇന്ന് മാത്രം വിളിക്കുന്നു എന്ന് വിചാരിക്കുകയായിരിക്കും. നോനോ, അങ്ങനെയൊന്നുമില്ല. ഒരു സത്യം പറയട്ടെ, എന്റെ കുടുംബത്തിന് വേണ്ടി എല്ലാം മറന്ന് ജീവിക്കുന്ന ഞാൻ അങ്ങയുടെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നറിയാമോ? എല്ലാ സ്നേഹബന്ധങ്ങളും ആർത്ത് ജീവിക്കുന്ന എനിക്ക് ഏത് പുതിയ ബന്ധവും ചേരുമെന്ന് തോന്നുന്നില്ല. വെറുതെ ഒന്ന് കയറിയിട്ട് പോയിക്കൂടെ? ഇനി ഒരിക്കലാകാം. വരട്ടെ. നിൽക്കണ അവിടെ. ചേച്ചിയെ, നീ എന്തിനാണ് അവളെ വിളിക്കുന്നത്? ഈ അർദ്ധരാത്രിക്ക് നീ എവിടുന്നാ വരുന്നത്? രേഖയുടെ വീട്ടിൽ. എടാ, നിന്റെ ചേച്ചി അഭിമാനത്തോടെ ജോലി ചെയ്യാൻ നീ സമ്മതിക്കില്ലല്ലേ? അമ്മേ, ആ അഴിഞ്ഞാട്ടക്കാരിക്ക് നീ എന്തിന് ജാമ്യം നിന്നു? അമ്മേ, അവൾ ആരാണെന്ന് അമ്മയ്ക്കറിയാമോ? അവൾ ആരായാലും ഒരു ഹോട്ടൽ നർത്തകി എങ്ങനെയുള്ളവളായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. എന്താ, ഹോട്ടൽ നർത്തകികളെന്ന് പറഞ്ഞാൽ ചീത്തയാണോ? പിന്നെ അവൾ വലിയ പരിശുദ്ധയാണോ? ചേച്ചി പരിശുദ്ധിയാണോ? രജനി, സാരമില്ലമ്മേ. ചേച്ചി പരിശുദ്ധിയാണോ എന്ന് ചോദിച്ചതിനെ ചേച്ചി എന്നെ അടിച്ചു. ചേച്ചി രേഖയെ പറ്റി എന്തെല്ലാം പറഞ്ഞു. അവൾ ചേച്ചി അടിച്ചോ? അവൾ എന്നെ അടിക്കുമോ? അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ തീർച്ചയായും